ഇസ്രയേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ്, ഇസ്രയേൽ പലസ്തീൻ സംഘർഷം എന്താണെന്ന് എൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇന്ന് നമുക്ക് എറ്റിമോളജി ഓഫ് ജ്യൂസ്, അതായത് ജ്യൂസ് എന്ന പദം എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് നോക്കാം. അതുകൂടാതെ ജ്യൂസിൻ്റെ ഹിസ്റ്ററി ടിൽ ഫസ്റ്റ് AD, പുരാതന ഹിസ്റ്ററി ഓഫ് ജ്യൂസ് എന്താണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഇസ്രയേൽ പലസ്തീനിൻ്റെ ഫിസിക്കൽ ലൊക്കേഷൻ എവിടെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. പിന്നെ ഈ അബ്രഹാമിക് റിലീജിയൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ജുഡായിസം ഒരു അബ്രഹാമിക് റിലീജിയനാണ്, ക്രിസ്ത്യാനിറ്റി മറ്റൊരു അബ്രഹാമിക് റിലീജിയനാണ്, ഇസ്ലാം ഒരു അബ്രഹാമിക് റിലീജിയനാണ്. ഈ മൂന്ന് അബ്രഹാമിക് റിലീജിയൻസിൻ്റെയും ഇസ്ലാമിൽ അബ്രഹാമിന് ഇബ്രാഹിം എന്നാണ് പറയുന്നത്, മോസസിന് മൂസ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെയധികം കോമണാലിറ്റീസ് ഉള്ള ഒരേ പാട്രിയാർക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ ഗോത്രപിതാവിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന ഈ മൂന്ന് മതങ്ങൾക്കും നമ്മൾ പറയുന്നത് അബ്രഹാമിക് റിലീജിയൻസ് എന്നാണ്. അബ്രഹാമിക് റിലീജിയൻസിൻ്റെ കോമണാലിറ്റീസ് എന്താണെന്ന് നമ്മൾ കാര്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നോക്കി. ഈ ലാൻഡ് ഓഫ് ഇസ്രായേലിലേക്ക് വന്ന അബ്രഹാം മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടിട്ട് ലാൻഡ് ഓഫ് ഇസ്രായേലിലേക്ക് വന്ന അബ്രഹാമിനെ നമ്മൾ കണ്ടു. എവിടെയാണ് ഈ ലാൻഡ് ഓഫ് ഇസ്രായേൽ? ഈ കെനൈൻ എന്നുള്ള ഏരിയയാണ്, അതായത് സിനായ് മരുഭൂമിക്കടുത്തുള്ള മെഡിറ്ററേനിയനോട് ചേർന്നുള്ള ഡമാസ്കസിൻ്റെയും സിനായ് മരുഭൂമിൻ്റെയും ഇടയിലുള്ള ഈ ഫലഭൂയിഷ്ടമായ സ്ഥലത്തിനാണ് ലാൻഡ് ഓഫ് കെനൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി നമ്മൾ കണ്ടു. പിന്നെ അബ്രഹാമിന് ഈ മൂന്ന് മതങ്ങളിലും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റി. പിന്നെ ആ മൂന്ന് മതങ്ങളിലെ പ്രവാചകന്മാരെ പറ്റിയിട്ട് പ്രോഫിറ്റ്സിനെ പറ്റി നമ്മൾ നോക്കി. പിന്നെ ഈ മൂന്ന് മതങ്ങളുടെയും ഹീബ്രു ബൈബിളുണ്ട്, ഓൾഡ് ടെസ്റ്റമെൻ്റ് ഉണ്ട്, ടനക്ക് ഉണ്ട്, ടോറയുണ്ട്, ഖുറാനുണ്ട്. അങ്ങനെയുള്ള ആ വിശുദ്ധ ഗ്രന്ഥങ്ങളെ പറ്റി നമ്മളൊന്ന് കാണാൻ പറ്റി. പിന്നെ ഇതിലേക്കുള്ള ഗോത്രപിതാക്കന്മാരെ അല്ലെങ്കിൽ ഈ പാട്രിയാർക്സ് ആരൊക്കെയാണെന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞു. കാരണം അബ്രഹാമിൻ്റെ മകനായ ഐസാക്കിൻ്റെ മകനായ യാക്കൂബ് അല്ലെങ്കിൽ ജേക്കബ്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പാട്രിയാർക്സ് വരുന്നത്. പിന്നെ അതിൻ്റെ ജനസിസ് എന്ന് പറയുന്നത് ഹീബ്രു ബൈബിളിൻ്റെ എപ്പിസോഡിനെ പറ്റി നമ്മൾ നോക്കി. അതിൽ നിന്നാണ് ഈ കോവനൻറ്റ്, ദൈവവുമായിട്ട് കോവനൻറ്റ് ഉടമ്പടി ഉണ്ടാക്കിയ ആളാണ് അബ്രഹാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളാണ് ചോസൻ, ഈ ദൈവം പറയുന്നത് നിങ്ങളാണ് ചോസൻ പീപ്പിൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോമിസ്ഡ് ലാൻഡാണ് ഇത് എന്നാണ് ഈ ഉടമ്പടി പ്രകാരം ലാൻഡ് ഓഫ് ഇസ്രയേലിൽ താമസിക്കുന്ന അബ്രഹാമിൻ്റെ പിന്മുറക്കാർക്ക് കിട്ടുന്നത്. പിന്നെ കോൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്താണ്? ഈ മൂന്ന് റിലീജിയനിലുള്ള കോൺസെപ്റ്റ് ഓഫ് ഗോഡ് ദൈവം എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കി. സർവ്വശക്തനായ ഏകദൈവത്തെയാണ് നമ്മളിതിലൊക്കെ കാണുന്നത്. ഇർഫാൻ അല്ലെങ്കിൽ സർവജ്ഞനായ, എല്ലാം അറിയുന്നവനായ, സർവശക്തനായ, സർവ്വവ്യാപിയായ, ഒംനി പ്രസൻ്റായ, ഒംനീസിയൻ്റായ ദൈവത്തെയാണ് നമ്മൾ ഇതിലൊക്കെ കാണുന്നത്. പിന്നെ വേറെ ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ള റിലീജിയൻസാണ് ഈ മൂന്ന് റിലീജിയൻസും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെയൊക്കെയുള്ള കോമണാലിറ്റീസ് എന്താണെന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണാൻ കഴിയും. ഇപ്രാവശ്യം നമ്മൾ കാണാൻ പോകുന്നത് ഈ ജ്യൂസിൻ്റെ പദം എന്നുള്ളത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ജ്യൂസ് എവിടെ നിന്നാണ് യഹൂദി അല്ലെങ്കിൽ അല്ലെങ്കിൽ ജൂഡ് എന്നുള്ള പേരൊക്കെ വന്നത് എന്ന് ഇപ്രാവശ്യം നമുക്ക് നോക്കാം. അബ്രഹാമിൻ്റെ മകനായ ഐസാക്കിൻ്റെ മകനായ യാക്കൂബിൻ്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രയേൽ. അപ്പോൾ വേറൊരു മാലാഖ്യമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് രാവിലെ ഡേ ബ്രേക്കിന് വിജയശ്രീലാളനായിട്ട് അദ്ദേഹം വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഇസ്രയേൽ എന്ന് ഹീബ്രുവിൽ പേര് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് 4 ഭാര്യമാരിൽ അദ്ദേഹത്തിന് 12 മക്കളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ജൂഡ എന്ന് പറയുന്ന മകനുണ്ട്, ലെവി എന്ന് പറയുന്ന മകനുണ്ട്, ബെഞ്ചമിൻ എന്ന് പറയുന്ന മകനുണ്ട്, ജോസഫ് എന്ന് പറയുന്ന മകനുണ്ട്. അപ്പോൾ ഈ 12 മക്കൾ കൂടിയിട്ടാണ് 12 മക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 12 മക്കൾ ആ ലാൻഡ് ഓഫ് കെനൈനിൽ അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ഇസ്രയേലിൽ അവർ താമസിക്കാൻ തുടങ്ങുമ്പോൾ, കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവരുടെ ഏരിയാസ് അവർ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ 12 സൺസ്, ഈ 12 മക്കൾ കൂടിയിട്ട് 12 ട്രൈബ്സ് ഉണ്ടാക്കും എന്നാണ് ഹീബ്രു ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ട്രൈബ്സ് ഉണ്ടാക്കി അവരുടേതായ ലാൻഡിൽ താമസിക്കാൻ തുടങ്ങും. പിന്നെ ഒരിക്കൽ ഒരു ക്ഷാമം വരുമ്പോൾ അവർ ഈ ലാൻഡ് ഓഫ് കെനൈനിലുള്ള താമസക്കാർ ഈജിപ്തിലേക്ക് പോവുകയാണ്. ഇത് പോയിട്ട് ഈജിപ്തിലേക്ക് പോയ അവിടെ ആ സമയത്ത് ഫറവോൻ്റെ ഭരണമായിരുന്നല്ലോ. അപ്പോൾ അവിടെ അവർ അടിമകളായിത്തീരുന്ന ഈ 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേലിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് 13ാമത്തെ സെഞ്ച്വറിയിൽ
മോസസ് ആണ്. മൂസ എന്ന് ഖുറാനിൽ പറയുന്ന മോസസ് ആണ് അവരെ റെഡ് സീ പിളർത്തി ഈ ഇസ്രായേലിൽ നിന്നുള്ള ഹീബ്രു സംസാരിക്കുന്ന ഈ ജനതയെ തിരിച്ച് അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് മോസസ് ആണ്. അവർ ഈ കൊണ്ടുവരുന്ന യാത്ര വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു. കാരണം ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫറവോനോട് വെല്ലുവിളിച്ചിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്. കാരണം ഫറവോനോട് ആദ്യം ഈ ജനതയെ വിടുവിക്കാൻ പറയുമ്പോൾ ഫറവോൻ വിടുവിക്കുന്നില്ല. അപ്പോൾ ഫറവോനോട് 10 പ്ലേഗുകൾ, ഈ 10 പ്ലേഗുകൾ, വലിയ മഹാമാരികൾ ഈജിപ്തിലേക്ക് വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ 10 പ്ലേഗുകൾ വിടുകയും അതിനകത്ത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തവളകൾ കൊണ്ട് കരയെ മൂടുന്നുണ്ട്, ഒന്ന് വെച്ചാൽ നൈൽ നദി ചുവക്കുന്നുണ്ട്, നൈൽ ടേണിങ് ടു ബ്ലഡ് എന്നൊക്കെ പറയാറില്ലേ. പിന്നെ ഇൻസെക്റ്റ് ഇൻഫെസ്റ്റേഷൻസ് വരും, പ്രാണികൾ വന്നിട്ട് ആ രാജ്യം മുഴുവൻ മൂടുന്നുണ്ട്. പിന്നെ ആനിമൽസ് ഡൈയിങ്, മൃഗങ്ങൾ മരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ ഈ സ്കിൻ ഡിസീസ് വരും. ഈജിപ്തിലെ ജനങ്ങൾക്കെല്ലാം സ്കിൻ ഡിസീസൊക്കെ വരും. പിന്നെ സൺ വിൽ സ്റ്റോപ്പ് ഷൈനിങ് എന്നൊക്കെയാണ് ഹീബ്രു ബൈബിളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവസാനം ഈ ഫറവോൻ്റെ ആദ്യ ജാതൻ ഫസ്റ്റ് ബോൺ മരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ മോസസ് പറയുന്നതിനനുസരിച്ചിട്ട് വരുമ്പോഴാണ് ഫറവോ അവസാനം പറയുന്നത് ഓക്കെ നിങ്ങൾ പോയിക്കോളൂ എന്ന്. അപ്പോൾ എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ ഫറവോന് ഒരു അടിമകൾ എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് കൺസെപ്റ്റാണല്ലോ. അപ്പോൾ അവരെ ആ റിസോഴ്സിനെ വെറുതെ വിടുവാൻ ഫറവോന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മോസസിൻ്റെ ഈ 10 പ്ലേഗുകളൊക്കെ വന്നിട്ട് ഈജിപ്തിന് മൂടുമ്പോഴാണ് അദ്ദേഹം അതിന് സമ്മതിക്കുന്നത്. പക്ഷേ സമ്മതിച്ചതിന് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വീണ്ടും വിചാരമുണ്ടാവുകയും അദ്ദേഹം വീണ്ടും അവരുടെ പിറകെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്ലേഗുകളൊക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് അവിടെയുള്ള ജൂസിന് ഇത് വന്നിട്ടില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദ്യജാതൻ മരിക്കുന്ന അവസാനത്തെ ആ ശാപം ഉണ്ടല്ലോ, അത് വരുമ്പോൾ, ആ മഹാമാരി വരുമ്പോൾ, അവിടുത്തെ ഫസ്റ്റ് ബോൺസ് മരിക്കുന്ന ആ സമയം വരുമ്പോൾ മോസസ് എല്ലാവരോടും പറയും ഇതിൻ്റെ ഈ മരണത്തിൻ്റെ ഈ മാലാഖ ഈജിപ്തിലെ എല്ലാ ഭാഗത്തും പോകുമ്പോൾ നിങ്ങളുടെ വീടുകളുടെ മേലെ നിങ്ങളൊരു ആടിനെ ബലി കൊടുത്ത് അതിൻ്റെ രക്തം ഈ ഡോറിൻ്റെ മേലെ തേക്കണം എന്നാണ് അവിടെയുള്ള എല്ലാ ഹീബ്രൂസിനോടും, അല്ലെങ്കിൽ ലാൻഡ് ഓഫ് കനാനിൽ നിന്നുള്ള, അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ഇസ്രായേലിൽ നിന്നുള്ള എല്ലാ ആളുകളോടും ഈ മോസസ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ജൂസിനെ ഇത് ബാധിക്കാതിരിക്കുകയും, എന്നാൽ ഈ മഹാമാരികളൊക്കെ ഈജിപ്തിലെ മറ്റെല്ലാവരെയും ബാധിക്കുമ്പോഴാണ് ഫറവോ പോയിക്കോളൂ എന്ന് എല്ലാവരോടും ഈ ജൂസിനോട്, അല്ലെങ്കിൽ ഈ ലാൻഡ് ഓഫ് ഇസ്രായേലിൽ നിന്നുള്ള ഇസ്രായേലികളോട്, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഹീബ്രൂസിനോട് അദ്ദേഹം പറയുന്നു. അങ്ങനെ വിടുന്ന ആ ജനതയെ തിരിച്ചു കൊണ്ടുവരുന്നത് മോസസാണ്. വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു. മരുഭൂമിയുടെ നടുവിൽ കൂടിയുള്ള സിനായ് മരുഭൂമി ക്രോസ് ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ 40 കൊല്ലത്തോളം വാണ്ടർ ചെയ്തിട്ട് അദ്ദേഹം അലഞ്ഞു നടന്നു, പരതി നടന്നു എന്നൊക്കെയാണ് ഹീബ്രു ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് മര്യാദക്ക് ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് അൺലീവൻഡ് ബ്രെഡ്, അതായത് ബ്രെഡ് ലീവൻ ചെയ്യാതെ, അതായത് പുറത്ത് വെച്ചിട്ട് ഈസ്റ്റ് കൊണ്ട് അതിനെ വീർപ്പിക്കാതെ, അങ്ങനെ പൊങ്ങിപ്പിക്കാതെ, ആ അൺലീവൻഡ് ആയിട്ടുള്ള ബ്രെഡായിരുന്നു ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഈ ഇസ്രായേലികൾ, അല്ലെങ്കിൽ ഈ ഹീബ്രൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മോഡേൺ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ജൂതന്മാർ, യഹൂദികൾ, അവർ സെയ്ഡർ എന്നുള്ള, അല്ലെങ്കിൽ പാസ് ഓവർ എന്നുള്ള PASSOVER പാസ് ഓവർ എന്നുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇപ്പോഴത്തെ യഹൂദന്മാർ അതിനെ അനുസ്മരിക്കാനായിട്ട് ഇപ്പോൾ കൊണ്ടാടുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, ഇതിൽ കാണുന്ന ലാമ്പിൻ്റെ കാലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലാമ്പ്, അതായത് ആടിൻ്റെ കാലാണ് കാണുന്നത്. അത് ഈ രക്തം ഡോറിൻ്റെ മേലെ തേച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. പിന്നെ നമ്മൾ കാണുന്ന ഈ വെജിറ്റബിൾസ് കാണുന്നുണ്ട്. പിന്നെ അൺലീവൻഡ് ആയിട്ടുള്ള ബ്രെഡ്, അതായത് കണ്ടില്ലേ, ഈ അൺലീവൻഡ് ആയിട്ടുള്ള ബ്രെഡൊക്കെയാണ് അവർ ആ സമയത്ത് കഴിക്കുക. ലീവൻഡ് ആയിട്ടുള്ള ബ്രെഡ്, അതായത് ഈസ്റ്റുള്ള പൊങ്ങിയ ബ്രെഡ് ആ സമയത്ത് അവർ കഴിക്കില്ല. വളരെ പതുങ്ങിയ ആ ബ്രെഡ് മാത്രമേ അവർ കഴിക്കുന്നുള്ളൂ. ഇതൊക്കെ നടന്നത് 13th സെഞ്ച്വറിയിലാണ്. പിന്നെ ഈ വാഗ്ദത്ത ഭൂമിയിലോട് അടുക്കാറാവുമ്പോൾ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വാഗ്ദത്ത ഭൂമി, ലാൻഡ് ഓഫ് കനൈൻ ഉണ്ടല്ലേ. ലാൻഡ് ഓഫ് കനൈനിലേക്ക് അവർ വരുന്ന സമയത്ത് അവരിങ്ങനെ സിനായ് മരുഭൂമി കടന്നിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ കടക്കാൻ വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ജോർഡൻ നദി മുറിച്ച് കടന്നിട്ടാണ് അവർക്ക് ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക്, ലാൻഡ് ഓഫ് കനൈൻ, ലാൻഡ് ഓഫ് ഇസ്രായേലിലേക്ക് അവർക്ക് ഈ 12 ട്രൈബ്സിൻ്റെയും മക്കളായിരുന്ന ആ ജനതക്ക് തിരിച്ചു വരേണ്ടത്. അപ്പോൾ അവർ തിരിച്ചു വരാൻ നോക്കുമ്പോൾ അതിന് 40 വർഷത്തിൻ്റെ അവസാനമായപ്പോൾ മോസസ് മരിക്കുകയും അതുപകരം ജോഷുവ എന്ന് പറയുന്ന മറ്റൊരു സൈനിക പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയും അദ്ദേഹമാണ്
ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഈ ചോസൻ പീപ്പിളിനെ തിരിച്ച് കൊണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുമ്പോൾ മുമ്പിൽ ജോർഡൻ നദി കാണുന്നുണ്ട്. അപ്പോൾ നദി കാണുമ്പോൾ ഈ വാഗ്ദത്ത എന്താണ് ഈ ചോസൻ പീപ്പിൾ, ഈ ഹീബ്രൂസ്, ഈ അടിമകളെല്ലാം ഇങ്ങനെ ഈ നദിയുടെ കരയിൽ നിൽക്കുകയും അദ്ദേഹം 3 ദിവസം ആ നദിയുടെ കരയിൽ ഈ ജനതയെ പാർപ്പിക്കുകയും അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആർക്ക് ഓഫ് കോവനൻറ്റ്, അതായത് 10 കമാൻഡ്മെൻറ്റ്സ് കൊടുത്ത കോവനൻറ്റ്സ്, അതായത് ആ ടാബ്ലറ്റ്സ്, ഈ സമയത്ത് ഈ സിനായ് മരുഭൂമിയിലൂടെ മോസസ് തിരിച്ച് ഈ അടിമ ജനതയെ കൊണ്ടുവരുന്ന സമയത്ത് ദൈവം അദ്ദേഹത്തിന് 10 കൽപ്പനകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 10 കൽപ്പനകൾ എഴുതിയ ടാബ്ലറ്റ്സ് ഓഫ് സ്റ്റോൺ, ശിലാഫലകങ്ങൾ ആണ് അവർ ആ സമയത്ത് പൂജിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സമയത്ത് അവരിപ്പോഴും കരുതുന്ന ആർക്ക് ഓഫ് കോവനൻറ്റ് എന്നാണ് അതിന് പറയാറ്. ഈ 10 കമാൻഡ്മെൻറ്റ്സിൻ്റെ ടാബ്ലറ്റ്സിനെ അവർ ആർക്ക് ഓഫ് കോവനൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആർക്ക് ഓഫ് കോവനൻറ്റ് കൊണ്ടുവരുന്ന ഈ പൂജാരികൾ, ഈ പ്രീസ്, ഈ ജോർഡൻ നദി ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ജോർഡൻ നദി നിൽക്കുകയും ഒരു അരുവിയായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ജോഷുവ അവരോട് പറയുന്നുണ്ട്, ടെൽ ദം ദാറ്റ് ഇസ്രായേൽ ക്രോസ് ജോർഡൻ ഓൺ ഡ്രൈ ഗ്രൗണ്ട്. ജോർഡൻ നദി ഇസ്രായേലികൾ, ഇസ്രായേലിൽ നിന്നുള്ള ലാൻഡ് ഓഫ് ഇസ്രായേലിൽ നിന്നുള്ള ഈ അടിമകൾ ക്രോസ് ചെയ്തത് ഡ്രൈ ഗ്രൗണ്ടിലാണ് എന്നാണ് അദ്ദേഹം എല്ലാവരോടും പോയി പറയാൻ അദ്ദേഹം പറയുന്നു. അപ്പോൾ അങ്ങനെ ഇതിന് ഹീബ്രു ബൈബിൾ പറയുന്ന അലിയ എന്നാണ്. ഇതൊക്കെ ബിബ്ലിക്കൽ ചരിത്രമാണ്, ആർക്കിയോളജിക്കൽ ചരിത്രം അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് പുതിയ സമൂഹത്തിൽ വളരെ റെസണൻസ് ഉണ്ട്. ഈ അടിമകളെ ഇസ്രായേലിൻ്റെ ഫറോയിൽ നിന്നുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഫറോയിൽ നിന്ന് തിരിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഈ സംഭവം പല സമൂഹത്തിലും പലരിലും വളരെ റെസണൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇസ്രായേലിലേക്ക് 1948 ഇസ്രായേൽ എന്നുള്ള നേഷൻ സംജാതമായപ്പോൾ, രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്ന ഈ റിട്ടേൺ മൈഗ്രേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് രാജ്യം രൂപീകരിച്ചപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഹുവർ ഇസ് ഓഫ് ജൂയിഷ് ഡിസെൻറ്റ് ക്യാൻ കം. ആരൊക്കെയാണ് ജൂതന്മാർ, ആരൊക്കെയാണ് യഹൂദികൾ, അവർക്ക് തിരിച്ച് ഈ ഭൂമിയിലേക്ക് സ്വാഗതം എന്നാണ് 1948 അവർ പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ റിട്ടേൺ മൈഗ്രേഷൻ വളരെ ഉണ്ടായിരുന്നു. അത് ഈ ലാൻഡ് ഓഫ് കനൈനിലേക്ക്, ലാൻഡ് ഓഫ് ഇസ്രായേലിലേക്ക് ഹീബ്രൂസ് തിരിച്ചു വരുന്ന, അതിന് ഈ നേഷൻ ഓഫ് ഇസ്രായേൽ, മോഡേൺ ഇസ്രായേലിൽ അവർ പേരിട്ടത് അലിയ എന്നാണ്. അലിയ, ദ റീബർത്ത് ഓഫ് ഇസ്രായേൽ. സാൽവദോർ ദാലിയുടെ പെയിൻറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ മേലെ കാണുന്നത് യമനിൽ നിന്നുള്ള ജൂസ് വരുന്ന ആ ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. പിന്നെ ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ജൂസിൻ്റെ ഫോട്ടോസും നമ്മൾ കാണാം. വളരെ റെസണൻസ് ഉണ്ടാക്കിയ ഒരു പദമാണ് ഈ അലിയ. വേറൊരു അലിയ, യമനിൽ നിന്നുള്ള വേറെ ജ്യൂസ് വരുന്ന കാണാം നമുക്ക്. പിന്നെ ഇത് യൂത്ത് അലിയ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 1933 ഹിറ്റ്ലർ വന്ന സമയത്ത് ജർമ്മനിലുള്ള ഒരു രൂപീകരിക്കപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് യൂത്ത് അലിയ. അപ്പോൾ യൂത്ത് അലിയയിൽ അവർ ഫോക്കസ് ചെയ്തത് കുട്ടികളുടെ മേലെയായിരുന്നു. ആ സമയത്ത് അവർക്ക് തോന്നി എന്തെങ്കിലും വലിയ വംശഹത്യകൾ, വലിയ പ്രോഗ്രാംസ് അവിടെ നടക്കാൻ പോകുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയപ്പോൾ അവിടുത്തെ കുട്ടികളെ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും നാട് കടത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെപ്പറ്റി ചിന്തിച്ച 1933 രൂപീകൃതമായ ഒരു ഓർഗനൈസേഷനാണ് യൂത്ത് അലിയ. അപ്പോൾ ഈ കുട്ടികളെ മാത്രമാണ്, ആ പേരൻസിനോട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പേരൻസ് ആ കുട്ടികളെ വിട്ടത്. എന്നാലും നല്ലൊരു ഭാവി കുട്ടികൾക്ക് കിട്ടട്ടെ, എപ്പോഴെങ്കിലും കുട്ടികളുമായിട്ട് വീണ്ടും സന്ധിക്കാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റിലാണ് ആ സമയത്ത് അവിടുത്തെ ജർമ്മനിയിൽ നിന്നുള്ള യഹൂദന്മാർ കുട്ടികളെ വിട്ടത്. അപ്പോൾ അവരെ വിട്ടിട്ട് അവരെ നേരെ കൊണ്ടുവന്നത് ഈ ലാൻഡ് ഓഫ് ഇസ്രായേലിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ 1970 ആയപ്പോഴേക്കും ഈ റഷ്യയിൽ നിന്നുള്ള യഹൂദന്മാർക്ക് തിരിച്ചു വരാൻ സോവിയറ്റ് യൂണിയൻ അംഗീകാരം കൊടുക്കുന്നില്ല. അപ്പോൾ കൊടുക്കാതിരിക്കുമ്പോൾ അവർ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഒരു രാജ്യവും അവരുടെ സിറ്റിസൻസ്, യഹൂദന്മാരായാലും ആരായാലും, അവർ തിരിച്ച് വേറൊരു രാജ്യത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് അവരുടെ പബ്ലിസിറ്റിക്ക് വളരെ മോശമായിട്ടുള്ള ഒരിതാണ്. അപ്പോൾ അതുകൊണ്ട് പല രാജ്യങ്ങളും ഇതിന് ഈ റിട്ടേൺ മൈഗ്രേഷൻ അലിയ, മോഡേൺ ഇസ്രായേൽ രാഷ്ട്രം പറയുന്ന ഈ അലിയ പല രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് സോവിയറ്റ് യൂണിയനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. 1970s കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ യഹൂദന്മാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 2021 നോക്കുകയാണെങ്കിൽ തന്നെ എത്യോപ്യയിൽ നിന്നുള്ള യഹൂദന്മാരെ ഇസ്രായേൽ ഇപ്പം തിരിച്ചെടുക്കാൻ അംഗീകരിക്കുന്നില്ല.
അപ്പോൾ അതിനെതിരെ എത്യോപ്യയിലെ ജൂതന്മാർ, എത്യോപ്യയിലെ യഹൂദന്മാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേറെ കാരണങ്ങളുണ്ട്. എന്തായാലും ഇത് അലിയ എന്നുള്ള ഈ പദം വളരെ റെസണേറ്റ് ചെയ്യുന്ന ഒരു പദമാണ്. അപ്പോൾ ഈ മോഡേൺ ഇസ്രായേലും ഈ പദം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജൂയിഷ് ഇമിഗ്രേഷൻ നോക്കുകയാണെങ്കിൽ 1948 മുതൽ 2000 വരെയുള്ള റിട്ടേൺ മൈഗ്രേഷൻ അലിയയുടെ പിക്ചറാണ് നമ്മൾ കാണുന്നത്. തുടക്കത്തിൽ 1948 മുതൽ 1950 വരെ കുറച്ച് വളരെ കൂടുതലായിരുന്നു ആ സമയത്തുള്ള റിട്ടേൺ മൈഗ്രേഷൻ. അത് കഴിഞ്ഞിട്ട് കുറയുകയും പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ പതനം വന്നതിന് 1990 സോവിയറ്റ് യൂണിയൻ്റെ പതനം വന്നതിന് ശേഷം പെട്ടെന്നൊരു സ്പൈക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിന്നുള്ള കുറേ റഷ്യൻ ജ്യൂസ് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം റെഗുലറായിട്ടുള്ള ഒരു പാറ്റേണാണ് ഈ അലിയ അല്ലെങ്കിൽ റിട്ടേൺ മൈഗ്രേഷൻ ടു ഇസ്രായേലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ തിരിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് വന്ന ഈ 12 ട്രൈബ്സ് വരുന്നത് 1200 BC-യിലാണ്. 1300 BC-യിൽ മോസസ് തിരിച്ച് സിനായ് മരുഭൂമിയുടെ നടുക്കൂടെ നടത്തിക്കൊണ്ടുവരുന്ന ഈ അടിമകൾ തിരിച്ച് അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഈ ജോർഡൻ റിവർ ക്രോസ് ചെയ്ത് എത്തിയതിന് ശേഷം അവർ തിരിച്ചും താമസം ഉറപ്പിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഓൾറെഡി ഒരു പല ജനതയും ഉണ്ടായിരുന്നു. എന്നാൽ അവരോടൊക്കെ പോരടിച്ചിട്ടാണ് അവർ തിരിച്ച് ഈ ലാൻഡ് ഓഫ് കനാനിലേക്ക്, ലാൻഡ് ഓഫ് ഇസ്രായേലിലേക്ക് അവർ തിരിച്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരൊക്കെ നമുക്ക് ഹീബ്രു ബൈബിളിൽ കാണാൻ പറ്റും. എന്നാലും താരതമ്യേന കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു തിരിച്ചുവരവായിരുന്നു ഇത് എന്നാണ് കരുതുന്നത്. ഈ ആർക്കിയോളജിക്കലി അങ്ങനെയാണ് കരുതുന്നത്. പിന്നെ ഈ 12 ട്രൈബ്സ് കൂടിയ ഈ ഏരിയ പിന്നെ 1020 ആകുമ്പോഴത്തേക്കും സോൾ എന്നുള്ള ഒരു രാജാവ് ഒരു ലാൻഡ് ഓഫ് ഇസ്രായേലിൽ നിന്നുള്ള ഈ ട്രൈബ്സിൽ നിന്നുള്ള ഒരാൾ രാജാവാകുകയും അതിനുശേഷം ദാവീദ് എന്നൊക്കെ പറയാറില്ല. അപ്പോൾ ഡേവിഡ് ഈ 12 ട്രൈബ്സിനെയും ഏകോപിപ്പിക്കുകയും 1000 BC-യിലാണ് അദ്ദേഹം ഈ 12 ട്രൈബ്സിനെയും ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരുമിച്ചിട്ട് ഒരു ലാൻഡ് ഓഫ് കിങ്ഡം ഓഫ് ഇസ്രായേലിലാക്കി വരികയാണ്. കിങ്ഡം ഓഫ് ഇസ്രായേലിന് ശേഷം 1960 അദ്ദേഹത്തിൻ്റെ ശേഷം സോളമൻ എന്നുള്ള വളരെ വൈസായിട്ടുള്ള കിങ് എന്ന് കേട്ടില്ല, വിസ്ഡം ഉണ്ടായിരുന്ന കിങ്. അപ്പോൾ അദ്ദേഹമാണ് സോളമൻ എന്നുള്ള കിങ് അടുത്ത രാജാവ് ആവുകയും ചെയ്യുന്നു. അദ്ദേഹമാണ് ഈ ഫസ്റ്റ് ടെമ്പിൾ ഓഫ് ജെറുസലേം, ആദ്യമായിട്ട് ജെറുസലേം ടെമ്പിൾ ഉണ്ടാക്കിയ ആളാണ് ഈ സോളമൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം 1961 അദ്ദേഹം കിങ് ആവുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ കിങ്ഡം, ഈ ലാൻഡ് ഓഫ് കനാൻ അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ഇസ്രായേൽ രണ്ടായിട്ട് തിരികുകയും ഒന്ന് കിങ്ഡം ഓഫ് ഇസ്രായേലായിട്ട്, ഒന്ന് കിങ്ഡം ഓഫ് ഇസ്രായേലും മറ്റത് കിങ്ഡം ഓഫ് ജൂഡയായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതിനു മുമ്പ് ഈ ഡേവിഡാണ് ആദ്യമായിട്ട്, ദാവീദ് രാജാവാണ് 1000 BC-യിൽ ഈ കിങ്ഡം ഓഫ് ഇസ്രായേലിൻ്റെ ജെറുസലേമാണ് ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും 930 BC ആകുമ്പോഴേക്കും ഈ കിങ്ഡം ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് നോർത്തിൽ കിങ്ഡം ഓഫ് ഇസ്രായേലും താഴെ കിങ്ഡം ഓഫ് ജൂഡ, JUDAH, അപ്പോൾ JUDH ജൂഡയിലേക്ക് മാറുകയും ചെയ്തു. ആ സമയത്ത് നമുക്ക് ഫിലിസ്തീൻ എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ പലസ്തീൻ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഈ സമയത്താണ് ചെറുതായിട്ട് കാണാൻ തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെ ഈ പഴയ ഇത് നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, 12 ട്രൈബ്സ് കൂടിയിട്ടാണ് ഈ ലാൻഡ് ഓഫ് ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒന്ന് നോക്കുവാണെങ്കിൽ ജൂഡ ട്രൈബുണ്ട്, മറ്റൊന്ന് സിമിയോൻ്റെ ട്രൈബുണ്ട്, റൂബൻ്റെ ഉണ്ട്, ഗാഡിൻ്റെ ഫ്ലൈനുണ്ട്, അപ്പോൾ ആഷറിൻ്റെ ഉണ്ട്, പിന്നെ കണ്ടില്ലേ ബെഞ്ചമിൻ്റെ ഒരു ചെറിയ ട്രൈബും ഇവിടെ വരും, ഡാൻ എന്നുള്ള വേറൊരാളുടെ ട്രൈബ് ഉണ്ടാവും, ഇവിടെ മനസ്സേ എന്നുള്ളതുണ്ട്. ഓരോരുത്തരും ഓരോരോ ഭാഗങ്ങൾ എടുക്കും. അപ്പോൾ ഈ ഡാൻ എന്നുള്ള ട്രൈബ് പിന്നെ നോർത്തിലേക്ക് ആ ട്രൈബ് പോകുന്നുണ്ട്. എന്തായാലും ജൂഡ എന്നുള്ള ട്രൈബിൻ്റെ ഉള്ളിലാണ് ജെറുസലേം എന്നുള്ള തലസ്ഥാനം ആവുന്നതിന് മുമ്പുള്ള പ്രധാന സിറ്റി ആയിരുന്നു ജെറുസലേം. അപ്പോൾ ജെറുസലേം സിറ്റി ജൂഡ എന്നുള്ള ട്രൈബിൻ്റെ കീഴിലായിരിക്കും. ആ സമയത്ത് നമുക്കിവിടെ ഫിലിസ്തീയ എന്ന ഒരു ചെറിയൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സമയത്താണ് പലസ്തീൻ അല്ലെങ്കിൽ ഫിലിസ്തീൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഹീബ്രു ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇതൊക്കെ നടന്നത് 1200 BC ആണ്, 12th century BC-യിലാണ്. അപ്പോൾ 12th century BC-യിൽ നടന്ന ഈ ഫിലിസ്തീയ എന്ന് പറയുന്ന രാജ്യം പിന്നെ 5th century, അതായത് 500-600 വർഷം കഴിയുമ്പോഴേക്കും പിന്നെ അതിനെപ്പറ്റി ഹീബ്രു ബൈബിളിൽ പറയുന്നത് നിർത്തും. അപ്പോൾ ഈ കൺസെപ്റ്റ് ഓഫ് പലസ്തീൻ ആദ്യമായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഹീബ്രു ബൈബിൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീ പീപ്പിളാണ് അവരെന്താണ് അത് പറയുന്നത്. അതായത് ഈ
അതായത് ഈ കടലിലൂടെ വന്ന പീപ്പിളാണ് ഈ ഫിലിസ്തീൻകാർ എന്നാണ് പറയുന്നത്. കാഫ്റ്റർ എന്നുള്ള ഈ ഐലൻഡിൽ നിന്നാണ് ഈ ഏജിയൻ സീൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ഗ്രീസിൻ്റെ അടുത്തുള്ള ഏജിയൻ സീൻ്റെ അടുത്തുള്ള കാഫ്റ്റർ എന്നുള്ള ഐലൻഡിൽ നിന്ന് വന്ന സീ പീപ്പിളാണ് ഈ ഫിലിസ്തീൻകാർ എന്നാണ് ഹീബ്രു ബൈബിളിൽ പറയുന്നത്. 12th സെഞ്ച്വറി ഇതിൽ വരുന്നത്. ആർക്കിയോളജിക്കൽ ചരിത്രം നോക്കുവാണെങ്കിൽ മോർച്ചറി ടെമ്പിളിലാണ് ഈ ഫിലിസ്തീൻ എന്നുള്ള ജനവിഭാഗത്തെ പറ്റിയിട്ട് നമ്മൾ ആർക്കിയോളജിക്കലായിട്ട് കാണാൻ കഴിയുന്നത്. മോർച്ചറി ടെമ്പിൾ എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ ഫറോൻ്റെ ശവക്കല്ലറക്കടുത്തുള്ള ഒരു മോർച്ചറി, സാധാരണ ജനങ്ങളുടെ ശവമടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ മോർച്ചറി ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് റാംസസ് 3യുടെ മോർച്ചറി ടെമ്പിളിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സീ പീപ്പിളിനെ പറ്റിയിട്ട് കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ 1190 BCയിലാണ് നമ്മൾ ഈ ഫിലിസ്തീനെ പറ്റിയിട്ട് ആദ്യമായി കാണാൻ തുടങ്ങുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീയിൽ നിന്ന് വന്ന ഈ ഫിലിസ്തീൻ എന്നുള്ളവർ സിറിയ എന്നുള്ള ഭാഗത്തൊക്കെ ഈ ലാൻഡ് ഓഫ് കനാനിൻ്റെ ഭാഗത്തൊക്കെ ആധിപത്യം ഉറപ്പിക്കുകയും പിന്നെ അവർ കൂടുതൽ അവർക്ക് അയൺ, അതായത് ഇരുമ്പിൻ്റെ കാര്യത്തിൽ നല്ല വശമുണ്ടായിരുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്കില്ലെടുത്തിട്ട് അവർ നല്ല ആയുധങ്ങൾ പണിയുകയും അവർ കൂടുതലായിട്ട് ഈജിപ്തിൻ്റെ ഭാഗത്തേക്ക് വരാൻ തുടങ്ങുകയും ഈജിപ്ഷ്യൻ ആർമി അവരെ നന്നായിട്ട് പ്രതിരോധിക്കുകയും തിരിച്ച് പോകാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അവർ തിരിച്ചു പോയിട്ട് അവർ ഈജിപ്ഷ്യൻ ഫറോൻ്റെ സമ്മതത്തോടെ തന്നെ അവർ തിരിച്ച് ലാൻഡ് ഓഫ് കനാനിൽ താമസം ഉറപ്പിച്ചു എന്നാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ അവിടെ അവർക്ക് 5 സിറ്റികളുണ്ടായി. ഗാസ, ആഷ്കലോൺ, ആഷ്ഡോഡ്, ഗാത്ത്, എക്രോൺ എന്ന് പറയുന്ന 5 സിറ്റികളുണ്ടായി എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഈ പലസ്തീൻ എന്നുള്ള ഈ ഫിലിസ്തീൻ എന്നുള്ള ആ കൺസെപ്റ്റ് മാറിയിട്ട് 5 സിറ്റികൾ മാത്രമായി വരുന്നുണ്ട്. എന്തായാലും ഈ ലാൻഡ് ഓഫ് കനാനിലേക്ക് ഈ സമയത്ത് തന്നെ ആയിരുന്നല്ലോ മോസസിൻ്റെ നേതൃത്വത്തിൽ ജോഷുവ തിരിച്ച് ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഈ ഹീബ്രൂസിനെ അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ഇസ്രായേലിൽ നിന്നുള്ള ആ 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഇതേ സമയത്താണ്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഈ ഫിലിസ്തീൻ എന്നുള്ള ആളുകൾ ഈ ഫിലിസ്തീൻ എന്നുള്ള ആളുകൾ ഈ ഏരിയ കൂടാതെ ഈ ഏരിയയൊക്കെ അവർ സ്വന്തമാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഈ ജോർഡൻ നദി ക്രോസ് ചെയ്തിട്ട് വരുന്ന ഈ 12 ട്രൈബ്സ് തീർച്ചയായിട്ടും ഏറ്റുമുട്ടിയിരിക്കണം. അപ്പോൾ അവസാനം ഏറ്റുമുട്ടലിൽ ജയിച്ചത് പക്ഷേ ഈ 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേലുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ഫിലിസ്തീൻ എന്നുള്ളത് ആ ഏരിയ കൂടുതൽ ചുരുങ്ങുകയും ചെയ്തു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോൾ ആ ഫിലിസ്തീനയുടെ കുറച്ചും കൂടെ അടുത്തുള്ള പിക്ചർ കാണുവാണെങ്കിൽ ഫിലിസ്തീനയിൽ നമ്മൾക്ക് കണ്ടോ ഈ ഫിലിസ്തീയ എന്ന് പറയുന്നത് പണ്ടത്തെ ഫിലിസ്തീയ എന്ന് പറയുന്നത് ഈ ഫുൾ ഏരിയ, അതായത് ഇപ്പോഴത്തെ മോഡേൺ ഇസ്രായേലിൻ്റെ പ്രധാന ബീർഷവ എന്നും പറയുന്നതാണ് ആ സമയത്തെ കിങ്ഡം ഓഫ് ജൂഡ. നമ്മൾ ഈ പിക്ചറിൽ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ബീർഷവ വരുന്നത്. അപ്പോൾ ബീർഷവ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സദേൺ ഇസ്രായേലായി മാറിക്കഴിയും. അപ്പോൾ ഈ ഏരിയയൊക്കെ ഉൾപ്പെടുന്നതായിരുന്നു പണ്ടത്തെ ഫിലിസ്തീൻ. അപ്പോൾ ആ ഫിലിസ്തീനിൽ 5 പട്ടണങ്ങളുണ്ടാവും. ഗാസ, ആഷ്കലോൺ, ആഷ്ഡോഡ് എന്നുള്ള പറഞ്ഞിട്ടുള്ള 5 പട്ടണങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ജോർഡൻ നദി ക്രോസ് ചെയ്തിട്ട് ഈ ലാൻഡ് ഓഫ് ഇസ്രായേലിൽ നിന്നുള്ള ഹീബ്രൂസ് തിരിച്ചു വരുമ്പോൾ അവരുമായിട്ട് തീർച്ചയായിട്ടും പോരാടിയിട്ടുണ്ട്. അതിന് ഹീബ്രു ബൈബിളിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ സാംസണിൻ്റെ കഥ കേട്ടില്ലേ, ഹീബ്രു ബൈബിളിലുള്ള കഥയാണ് സാംസണിൻ്റെ കഥ. വളരെ ശക്തിമാനായ സാംസൺ ലാൻഡ് ഓഫ് ഇസ്രായേലിൽ നിന്നുള്ള ഈ 12 ട്രൈബ്സിൽ നിന്നുള്ള ഒരു ട്രൈബിൽ നിന്നുള്ള ആളായ സാംസൺ ദലൈലയുമായിട്ട് ബന്ധമുണ്ടാവുകയും ദലൈല സാംസണോട് ചോദിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ശക്തി വരുന്നതെന്ന്. സാംസൺ ആദ്യമൊന്നും പറയുന്നില്ല. പിന്നെ ഓരോ പ്രാവശ്യം പറഞ്ഞ് അവസാനം സാംസൺ ദലൈലയോട് പറയുന്നു, അതെ എൻ്റെ മുടിയിൽ നിന്നാണ് ഈ ശക്തി വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ ദലൈല ഫിലിസ്തീൻ എന്നുള്ള സ്ത്രീയാണ്, അപ്പോൾ ലേഡിയാണ്. അപ്പോൾ ആ ദലൈല ഫിലിസ്തീൻ എന്നുള്ള ആളുകളോട് പറയുകയും അവർ വന്നിട്ട് ദലൈല മുടി മുറിക്കുകയും ശക്തിയില്ലാതായ സാംസനെ ഫിലിസ്തീൻകാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു. അവരവരുടെ ടെമ്പിളിൽ സാംസനെ കെട്ടിയിടുമ്പോൾ ഈ ദൈവം സാംസന് തിരിച്ച് ശക്തി കൊടുക്കുകയും ഈ മുടിയില്ലാതെ തന്നെ തിരിച്ച് ശക്തി കൊടുക്കുകയും അദ്ദേഹം ആ സർവ്വശക്തിയും ഉപയോഗിച്ച് അവിടുത്തെ എല്ലാ പില്ലേഴ്സിനെയും അദ്ദേഹത്തിനെ കെട്ടിയിട്ട എല്ലാ പില്ലേഴ്സിനെയും താഴെ വീഴ്ത്തുകയും അതിൻ്റെ താഴെ സാംസണും അകപ്പെടുകയും അതുകൂടാതെ 1000-1500ഓളം ഫിലിസ്തീൻകാരും അകപ്പെട്ടു എന്നാണ് ഹീബ്രു ബൈബിൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പോരാട്ടങ്ങൾ നമുക്ക് ഇസ്രായേലികളും ഫിലിസ്തീൻകാരും തമ്മിലുള്ള പോരാട്ടങ്ങൾ നമുക്ക് ഹീബ്രു ബൈബിളിൽ കാണാൻ കഴിയും. ഡേവിഡും ഗോലയാത്തുമുള്ള ഇത് കണ്ടില്ലേ. ഡേവിഡ് എന്ന് പറയുന്നത് ദാവീദ് രാജാവാണ്. അതായത് കിങ്ഡം ഓഫ് ഇസ്രായേൽ
ഏകോപിപ്പിച്ച യഹൂദ രാജാവാണ് ഹീബ്രൂസിൻ്റെ രാജാവാണ് ഡേവിഡ്. അപ്പോൾ ഡേവിഡ് രാജാവാണ് ആദ്യമായിട്ട് ജെറുസലേം ക്യാപിറ്റൽ സിറ്റിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഡേവിഡാണ് ഗോലയാത്തുമായിട്ട് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഒരു ചെറിയൊരു ചവണി എടുത്തിട്ട് അദ്ദേഹം പോരാട്ടത്തിന് ഇറങ്ങുകയും അദ്ദേഹം വിജയശ്രീലാളിതനായിട്ട് തിരിച്ചു വരികയും ചെയ്തു എന്നാണ് ഹീബ്രു ബൈബിളിൽ പറയുന്നത്. ഈ പോരാട്ടം ഡേവിഡും ഗോലിയാത്തും തമ്മിലുള്ള പോരാട്ടം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐതിഹ്യമാണല്ലോ. അപ്പോൾ അതിനകത്ത് ഗോലിയാത്ത് എന്ന് പറയുന്നത് ഒരു ഫിലിസ്തീൻകാരനായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കിങ്ഡം ഓഫ് ഇസ്രായേലിന് തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഗാസയും ആഷ്ഡോഡും ഒക്കെ ഉൾപ്പെടുന്ന ഏരിയയിലെ ഒരു ഫിലിസ്തീൻകാരനായിരുന്നു ഈ ഗൊലയാത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എത്രയോ പോരാട്ടങ്ങൾ ഹീബ്രു ബൈബിളിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ 5th BC വരെ, അതായത് 1200 BCയിൽ ജോഷുവ മോസസിൻ്റെ ഒക്കെ സമയത്ത് കണ്ടിരുന്ന ഈ ഫിലിസ്തീനെ പറ്റിയിട്ട് 1200 സമയത്ത് കണ്ട ഈ ഫിലിസ്തീനെ പറ്റിയിട്ട് ഒരു 5th BC 500 BC ആകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് നമ്മുടെ ചരിത്രത്തിൽ പിന്നെ അവരധികം കാണുന്നില്ല. ആ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിയോ ബാബിലോണിയൻ എംപയർ വന്നിട്ട് ഈ കിങ്ഡം ഓഫ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് കൂടെ തന്നെ ഫിലിസ്തീനെയും ആക്രമിക്കുകയും അവരെ നിലംപരിശാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ സിറ്റീസ് മാത്രം ബാക്കി വരുന്നു, ഫിലിസ്തീൻ എന്നുള്ള ഏരിയ തന്നെ ബാക്കി വരുന്നില്ല എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. പിന്നെ ഈ പലസ്തീൻ എന്നുള്ള ഈ പേര് പിന്നെ തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വരുന്നത് പിന്നെ AD ഇപ്പോൾ ഇതൊക്കെ നടന്നത് 500 BCയിലൊക്കെയാണ്. നമ്മൾ 135 AD ആകുമ്പോഴാണ്, റോമൻ സാമ്രാജ്യത്തിൻ്റെ പകുതി ആകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഈ ഫിലിസ്തീൻ എന്നുള്ള പേര് റോമാക്കാരാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. പിന്നെ അത് മോഡേണിലേക്ക് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയാണ് ഈ പലസ്തീൻ എന്നുള്ള ആ പേരിൻ്റെ ഉത്ഭവം. കിങ് സോളമൻ, അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1200 BCയിൽ നിന്ന് നമ്മൾ 961 BC ആകുമ്പോഴത്തേക്കും വൈസ് കിങ് സോളമൻ്റെ ഭരണമാണ് അവിടെ നടക്കുന്നത്. അദ്ദേഹമാണ് ഈ ഒരൊറ്റ കിങ്ഡം ഓഫ് ജൂഡ, താഴെ തെക്കുള്ള കിങ്ഡം ഓഫ് ജൂഡയും പിന്നെ മേലെയുള്ള കിങ്ഡം ഓഫ് ഇസ്രായേലും കൂടി ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ സാമ്രാജ്യമല്ല, ഒരു ചെറിയൊരു രാജ്യമാക്കുന്നത് സോളമനാണ് ആദ്യത്തെ യഹൂദ ആരാധനാലയം, കാര്യമായിട്ടുള്ള ആരാധനാലയം ഉണ്ടാക്കുന്നത് ഈ കിങ് സോളമനാണ്. അതുവരെ ഓറൽ ട്രഡീഷൻ ആയിരുന്നില്ല, വായ്ത്താരിയിലൂടെ വരുന്ന ട്രഡീഷനായിരുന്ന ടനക്ക് ടോറയൊക്കെ അദ്ദേഹമാണ് അങ്ങനെയുള്ള ഒരു റിലീജിയൻ, അങ്ങനെയുള്ള ഒരു എത്നോ റിലീജിയൻ, വംശ റിലീജിയൻ കൂടി ഒരുമിച്ചുള്ള ഒരു മിക്സായിട്ടുള്ള ജുഡായിസം എന്നുള്ള അതിന് ഒരു പ്രധാന ആരാധനാലയം ഉണ്ടാക്കുന്നത് കിങ് സോളമനാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ടെമ്പിൾ ഓഫ് ജെറുസലേം ഉണ്ടാക്കുന്നത് കിങ് സോളമനാണ്. അവിടെയാണ് ഈ നേരത്തെ ജോഷുവ കൊണ്ടുവന്ന ഈ ആർക്ക് ഓഫ് കവനൻ്റ് ഉണ്ടല്ലോ, ഈ 10 കമാൻഡ്മെൻറ്റ്സ് അടങ്ങിയ 10 കമാൻഡ്മെൻറ്റ്സ് എഴുതപ്പെട്ട ആ സ്റ്റോൺ ടാബ്ലറ്റ്സ് ഇവിടുത്തെ ടെമ്പിൾ ഓഫ് ജെറുസലേമിലേക്ക് കൊണ്ടുവരികയും അവിടുത്തെ ഗുഹയിൽ അദ്ദേഹം വെക്കുകയും ചെയ്യുന്നു, ഈ സോളമൻ വെക്കുകയും ചെയ്യുന്നു. അതിനെ ഹോളി ഓഫ് ഹോളീസ് പരിശുദ്ധമാർന്നത് സ്ഥലമാണ് ഈ ആർക്ക് ഓഫ് കവനൻ്റ് വെക്കുന്ന ആ സ്ഥലം എന്നാണ് ജൂതന്മാർ ഇപ്പോഴും കരുതുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ടെമ്പിൾ ഓഫ് ജെറുസലേമിലാണ് കിങ് സോളമൻ ഈ ആർക്ക് ഓഫ് കവനൻ്റ് കൊണ്ടുവന്നിട്ട് വെക്കുന്നത്. അത് പിന്നെ ബാബിലോണിയൻ ഇതിൻ്റെ സമയത്ത്, പോരാട്ടത്തിൻ്റെ സമയത്ത് ബാബിലോണിയൻ കോൺക്വസ്റ്റ് വരുന്നുണ്ട് 586 BCയിൽ. അപ്പോൾ ആ സമയത്ത് അവിടെ ഈ ഫസ്റ്റ് ടെമ്പിൾ ഓഫ് ജെറുസലേമിന് മുഴുവനായിട്ട് നശിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ലാൻഡ് ഓഫ് ഇസ്രായേൽ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീബ്രു ബൈബിൾ പറയുന്നത് ഡാൻ തൊട്ടിട്ട് ബീർഷെബ വരെ എന്നാണ് ഇത് പറയുന്നത്. ഈ ഹീബ്രു ബൈബിൾ പറയുന്നത് ഡാൻ തൊട്ടിട്ട് ബീർഷെബ വരെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ജൂഡ ട്രൈബിൻ്റെ സ്ഥലമാണിത്. പിന്നെ ബെഞ്ചമിൻ ട്രൈബിൻ്റെ സ്ഥലമാണ് ഈ ചെറുത്. പിന്നെ ഡാൻ ട്രൈബ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ട് ഡാൻ ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. പിന്നെ ഗാഡ് ട്രൈബ്, അങ്ങനെ ഡ്രൂബിൻ്റെ ട്രൈബ്, എഫ്രൈമിൻ്റെ ട്രൈബ്, അങ്ങനെ 12 ട്രൈബുകൾ കൂടിയിട്ടാണ് ഈ ലാൻഡ് ഓഫ് ഇസ്രായേൽ ഉണ്ടാകുന്നത്. ഈ 1200 BC തൊട്ടിട്ട് 960 BC വരെയൊക്കെ നമുക്കിത് സോളമൻ്റെ സമയത്തൊക്കെ ഇത് കാണാൻ പറ്റും. പിന്നെയാണത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് മേലെ ലാൻഡ് ഓഫ് ഇസ്രായേലും താഴെ കിങ്ഡം ഓഫ് ജൂഡയായിട്ട് മാറുന്നു. അപ്പോൾ ഇതൊക്കെ ബിബ്ലിക്കൽ കാര്യങ്ങളല്ലേ. ഇതിലൊക്കെ മോഡേൺ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മോഡേൺ ഇസ്രായേലിൻ്റെ ഭൂപടം, മോഡേൺ ഇസ്രായേലിൻ്റെ മാപ്പ് നമ്മൾ ഇതിൻ്റെ മേലെ പതിപ്പിക്കുകയാണെങ്കിൽ
ഇത് ഇസ്രായേലിൻ്റെ ഒരു പകുതിയോളം വരുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കിങ്ഡം ഓഫ് ജൂഡയും കിങ്ഡം ഓഫ് ഇസ്രായേലായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ഡാൻ എന്ന് പറയുന്ന ഈ സ്ഥലം വരുന്നത്. പിന്നെ ഇവിടെ ഇതിന് നടുവിൽ ഇവിടെയാണ് ബീർഷബ എന്നുള്ള സ്ഥലം വരുന്നത്. പിന്നൊരിക്കൽ ബ്രിട്ടൻ സിയോണിസ്റ്റിനോട് യോജിച്ചിട്ട് ആർതർ ബെൽഫൂർ ഡിക്ലറേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം 1920 അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ ഒരു സാൻ റിമോ പീസ് കോൺഫറൻസ് വെക്കുന്നുണ്ട്. അപ്പോൾ സാൻ റിമോ പീസ് കോൺഫറൻസ് ഉള്ളത് 1919 പാരീസ് പീസ് കോൺഫറൻസിൻ്റെ സമയത്ത് അതിനനുബന്ധമായിട്ട് നടത്തിയ ഒരു പീസ് കോൺഫറൻസാണ് സാൻ റിമോ പീസ് കോൺഫറൻസ്. ഇതൊക്കെ ഒരു ഉത്സവ പ്രതീതിയിൽ നടത്തിയ കോൺഫറൻസാണ്. കാരണം 1914 മുതൽ 18 വരെയുള്ള വളരെ ബുദ്ധിമുട്ടിയുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വിജയിച്ച ബ്രിട്ടൻ നിന്നുള്ള ഡേവിഡ് ലോയിഡ് ജോർജും ഫ്രാൻസിൽ നിന്നുള്ള അലക്സാണ്ട്രെ മിലറൻഡും പിന്നെ ഇറ്റലിയിൽ നിന്നുള്ള അതിൻ്റെ പ്രൈം മിനിസ്റ്ററും എല്ലാവരും കൂടിയിട്ട് അവരുടെ വിജയം ആഘോഷിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ഈ 1919 പീസ് കോൺഫറൻസ്. ആ സമയത്താണ് ഈ ജർമ്മനി എങ്ങനെ ഡിവൈഡ് ചെയ്യണം, പിന്നെ ഒട്ടോമൻ എംപയർ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ, ഓസ്ട്രിയ ഹംഗറി എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചത് 1919 ഈ പാരീസ് പീസ് കോൺഫറൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അതിനോട് അനുബന്ധമായിട്ട് നടന്ന മറ്റൊരു പീസ് കോൺഫറൻസ് ആയിരുന്നു സാൻ റിമോ പീസ് കോൺഫറൻസ്. അതിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ലോയിഡ് ജോർജ് ആ സമയം 1916 ഡിസംബറിൽ ഇലക്ഷനിൽ വന്ന പ്രധാനമന്ത്രിയായിരുന്നു ഡേവിഡ് ലോയിഡ് ജോർജ്. അപ്പോൾ അദ്ദേഹം ഈ കോൺഫറൻസിൽ മുമ്പോട്ട് വെക്കുന്നത് നമുക്ക് ഈ യഹൂദർക്കായിട്ട് സിയോണിസ്റ്റ് പ്രോഗ്രാമിന് അനുസൃതമായിട്ട് നമുക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം കൊടുക്കണം. കാരണം അവർ വളരെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ജനവിഭാഗമാണ്. അതിന് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്തൊരു സെഷനിൽ അതിനെപ്പറ്റി ഡീപ്പായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ബ്രിട്ടൻ ആ സമയത്തുള്ള ഒരു വലിയ സാമ്രാജ്യമായിരുന്ന ലോകത്തിൻ്റെ 25% സ്വന്തം കയ്യിലായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ സിയോണിസ്റ്റ് ചിന്താഗതിക്ക് ലാൻഡ് ഓഫ് ഇസ്രായേലിലേക്ക് യഹൂദന്മാരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിരുന്നു സിയോണിസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിന് ഈ വലിയ സാമ്രാജ്യം സപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ലോയിഡ് ജോർജ് ഈ സാൻ റിമോ പീസ് കോൺഫറൻസിൽ 1920 വെച്ച് നടന്ന ഈ സാൻ റിമോ പീസ് കോൺഫറൻസിൽ വെച്ചിട്ട് പറയുകയാണ്, അതെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ലാൻഡ് ഓഫ് ഇസ്രായേൽ നമുക്ക് യഹൂദികൾക്കായിട്ട് ജൂതന്മാർക്കായിട്ട് ജൂസിനായിട്ട് തിരിച്ചു കൊടുക്കണം എന്ന്. അപ്പോൾ അതിൻ്റെ മിനിറ്റ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, മിസ്റ്റർ ലോയിഡ് ജോർജ് ഹു ഹാസ് ബീൻ ഇൻ ഫേവർ ഓഫ് ദി ഏൻഷ്യൻറ്റ് ബൗണ്ടറീസ് ഓഫ് ഡാൻ ആൻഡ് ബർഷീബ. നേരത്തെ കണ്ട ഡാനില്ലേ, അത് ഒരു ബിബ്ലിക്കൽ ചരിത്രമായിരുന്ന ഡാൻ. ആ ഡാൻ തൊട്ടിട്ട് ബീർഷബ വരെയുള്ള ഈ ഏരിയ, അല്ലെങ്കിൽ ഡാൻ തൊട്ട് ബീർഷബ വരെയുള്ള ഈ ഏരിയ ഇസ്രായേലിന് കൊടുക്കണം എന്നാണ് ഒരു സാമ്രാജ്യം, ബ്രിട്ടീഷ് സാമ്രാജ്യം പറയുന്നത്. അതിൻ്റെ പ്രൈം മിനിസ്റ്റർ പറയുന്നത് ഏൻഷ്യൻ ബൗണ്ടറീസ് ഓഫ് ബിബ്ലിക്കൽ ബൗണ്ടറീസിലേക്ക് നമുക്ക് തിരിച്ചു പോകാമെന്നാണ് ഈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. അപ്പോൾ അതോടെ ഇത് ബിബ്ലിക്കൽ ചരിത്രം എന്നതിനേക്കാൾ ഒരു മോഡേൺ ചരിത്രമായിട്ടാണ് ഇതെല്ലാം മാറുന്നത്. അപ്പോൾ അതിൻ്റെ മോഡേൺ മാനിഫെസ്റ്റേഷൻ നമുക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഇസ്രായേൽ നോക്കുവാണെങ്കിൽ തന്നെ ബീർഷബ എന്ന് പറയുന്നത് എവിടെയാണിത്? ഇപ്പോഴത്തെ മോഡേൺ ഇസ്രായേൽ ഇങ്ങനെ വന്ന് ഇവിടെ ഡെഡ് സീ, ചാവുകടൽ ഇങ്ങനെ വന്ന് ജോർഡൻ റിവറിനോട് ചേർത്തിട്ട് ജോർഡനായിട്ടുള്ള കണ്ടില്ലേ, ഇതൊക്കെ ജോർഡനാണ്. അപ്പോൾ ജോർഡനായിട്ടുള്ള അതിർത്തി നമുക്ക് കാണാം. പിന്നെ ഇവിടെ മുഴുവൻ സിനായ് മരുഭൂമിയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഇസ്രായേൽ എന്നുള്ള മോഡേൺ ഇസ്രായേലിൻ്റെ ചാവുകടലിനോട് ചേർന്നുള്ള, പിന്നെ മുമ്പോട്ട് വേണം ജോർഡൻ നദിയോട് ചേർന്നിട്ട് ഇവിടെ സീ ഓഫ് ഗലീലി എന്ന് വെച്ചൊരു ചെറിയ തടാകമുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സിറിയമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അവിടെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ലെബനോനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് ഡാൻ, എവിടെയാണ് ബീർഷബ, ഇവിടെയാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ റെയിൽവേസിൻ്റെ ഇത് നോക്കുവാണെങ്കിൽ തന്നെ റെയിൽവേസിൻ്റെ ഒരു ഭാഗം തുടങ്ങുന്നത് ബീർഷേവയിലാണ്. കണ്ടില്ലേ, ബീർഷേവയിലാണ് ഒരു ഭാഗം തുടങ്ങുന്നത്. പിന്നെ അതിങ്ങനെ അവിടുന്ന് റെയിൽവേ ഒക്കെ പോയി കണ്ടോ, ഇവിടെ ടെല്ലവീവ് ഉണ്ട്, പിന്നെ ഹൈഫ എന്ന് പറയുന്ന ഈ ചെറിയ ഇവിടെയുള്ള ഈ ഇതുണ്ടല്ലോ, ഇവിടെയാണ് ഹൈഫ. അപ്പോൾ ബീർഷബയിൽ നിന്ന് തുടങ്ങിയിട്ട് ടെല്ലവീവിലേക്ക് വന്നിട്ട് ഹൈഫ വഴിയിട്ട് കുറച്ചും കൂടി മുമ്പോട്ട് പോകുന്ന ആ പുത്തൻ ഇസ്രായേൽ റെയിൽവേയാണ് നമ്മളിപ്പോൾ ഈ ബിബ്ലിക്കൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണുന്നത്. ബീർഷബയിൽ നിന്ന് ടെല്ലവീവിൽ കൂടി ഹൈഫയിലെത്തി
ലേക്ക് പോകുന്ന റോഡ് മാർഗ്ഗമാണ് നമ്മൾ വലത്ത് സൈഡിൽ കാണുന്നത്. കണ്ടില്ലേ, ബീർഷവയിൽ തുടങ്ങി ടെല്ലവീലിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ വന്നിട്ട് ഹൈഫേൻ്റെ അടുത്തുകൂടെ വന്ന് നസറേത്തിൽ, അതായത് ജീസസ് ഓഫ് നസറേത്തിൻ്റെ അടുത്തുകൂടെ പോയി ഇങ്ങനെ പോയി അവസാനം ഡാനിലേക്ക് എത്തുന്ന ആ ഡാൻ തൊട്ട് ബീർഷവ വരെയുള്ള ബിബ്ലിക്കൽ ബൗണ്ടറിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇസ്രായേലിനായിട്ട് കൊടുത്തത്. സോളമൻ്റെ മരണത്തിന് ശേഷം ഒരു കിങ്ഡം ഇസ്രായേലായി വരികയും പിന്നെ കിങ്ഡം ഓഫ് ജൂഡ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അടുത്ത സെഷനിൽ നമുക്ക് ഈ ഏകോപിപ്പിക്കപ്പെട്ട രാജ്യത്തിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് സംസാരിക്കാം. കിങ് സോളമൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടും ജെറുസലേം തലസ്ഥാനമായതിനു ശേഷമുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് സംസാരിക്കാം.